ഹലോ ഓൾ, ഇന്നും ഞാനൊരു IPO കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറേ കമ്പനീസ് അവരുടെ IPO ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും അതിൻ്റെ ബാൻഡ് റേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാവർക്കും എന്താണ് IPO എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാകും. ഇപ്പോൾ ഒരു പുതിയ കമ്പനി, അതായത് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ പുതിയ IPO ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 6 ആണ്. അവരുടെ ബാൻഡ് വാല്യൂ, അവരുടെ IPOയുടെ ബാൻഡ് വാല്യൂ എത്രയാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് അവർ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ് നമുക്കൊരു ഷെയർ മേടിക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഇതുവരെയുള്ള വളർച്ച, ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിയെ കുറിച്ച് നോക്കുമ്പോൾ അവർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ സെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജീസ്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി മെയിനായിട്ട് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഈ കമ്പനിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് 2016 ഈ കമ്പനി ആരംഭിച്ചത്. ഹൈദരാബാദിലാണ് ഈ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈ ക്വാളിറ്റി ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ സ്ട്രോങ് ടെക്നോളജി ഉപയോഗിച്ച് വളരെ ഫൈൻ ആൻഡ് ഹൈ ക്വാളിറ്റിയിലുള്ള ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ ഇത് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർ കൊറോസീവ് കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽസ് ആൻഡ് അഗ്രോ കെമിക്കൽസ് എന്നിങ്ങനെയുള്ള പല പ്രോഡക്ട്സും അവരുടെ കമ്പനിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കേണ്ടത് ഗ്ലാസ് ലൈൻഡ് എക്യുപ്മെന്റ്സ്. അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്റ്റോറേജ് ടാങ്ക്സ്, കോളംസ്, റിയാക്ടേഴ്സ് എന്നിവയെല്ലാം ഈ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ ടു ഹാൻഡിൽ കൊറോസീവ് സബ്സ്റ്റൻസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഇതാണ് ഇവരുടെ ഗ്ലാസ് ലൈൻ എക്യുപ്മെന്റിന്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ ആദ്യം എടുത്ത് പറയേണ്ടത്. രണ്ടാമത് വരുന്നത് മിക്സേഴ്സ് ആൻഡ് അജിറ്റേറ്റേഴ്സ് ആണ്. മൂന്നാമത് വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ നാലാമത് വരുന്ന കാര്യമാണ് അക്സസറീസ്. അക്സസറീസ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോസിൽ, സൈഡ് ഗ്ലാസസ് ആൻഡ് മാൻഹോൾ കവർ ഡിസൈൻ ഫോർ ഗ്ലാസ് ലൈൻ എക്യുപ്മെന്റ്സ്. ഈ ഗ്ലാസ് ലൈൻ എക്യുപ്മെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി എക്യുപ്മെന്റ്സ് മീൻസ് അത് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതായത് റേഡിയസിൽ നിന്ന് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കണ്ണട, അത്തരത്തിലുള്ള ഒത്തിരി എക്യുപ്മെന്റ്സും അവർ ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രസൻസ് എന്താണെന്ന് അടുത്ത് നോക്കാം. ആദ്യം തന്നെ നോക്കേണ്ടത് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണ്. Serving clients across India including major pharmaceutical and chemical companies like Dr. Reddy's, Sun Pharma and UPL. ഇത്തരത്തിലുള്ള കമ്പനികൾക്കെല്ലാം അവരുടെ പ്രോഡക്റ്റ് അവർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കമ്പനി ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഈ ഫണ്ട് അവർക്ക് ലഭിക്കുന്നത് മൂലം ഈ കമ്പനി വീണ്ടും എലാബറേറ്റ് ചെയ്യുകയും വളരെ മികച്ച രീതിയിൽ കമ്പനി വളരാനുള്ള സാധ്യതയും വളരെയേറെയാണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം ഡൊമസ്റ്റിക് ആയിട്ട് മാത്രം, അതായത് നമ്മളുടെ രാജ്യത്ത് മാത്രമല്ല അവരുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ഇന്റർനാഷണലിയും അവരുടെ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നീ രാജ്യങ്ങളിലും ഇവരുടെ പ്രോഡക്ട്സ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഷണലിയും ഇന്റർനാഷണലിയും അവരുടെ പ്രോഡക്റ്റ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും വളരെ ഉയർന്നു വരുന്ന ഒരു കമ്പനി, ഈ കമ്പനിയുടെ ഒരു വളർച്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ കമ്പനിയുടെ ഒരു ഓവർവ്യൂ ആണ് കണ്ടത്. ഇനി അവരുടെ IPO ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ IPOയുടെ ഇഷ്യൂ സൈസ് 410.05 കോടിയാണ്. അതിൽ ഫ്രഷ് ഇഷ്യൂ സൈസിൽ വരുന്നത് 210 കോടിയും അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിലിന് വരുന്നത് 200 കോടി രൂപയുമാണ്. ബാൻഡ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം 133 രൂപ മുതൽ 140 രൂപ വരെയാണ് പെർ ഷെയറിന് ബാൻഡ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫേസ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 രൂപയാണ് പെർ ഇക്വിറ്റി ഷെയറിന് നിശ്ചയിച്ചിരിക്കുന്നത്. ലോട്ട് സൈസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 107 ഷെയർ റിക്വയറിംഗ് മിനിമം ഇൻവെസ്റ്റ് 14,980 രൂപ. അതായത് ഒരു ലോട്ട് സൈസ്, നമുക്ക് ലോട്ട് സൈസ് എടുക്കണമെങ്കിൽ ഏകദേശം 107 ഷെയർ എങ്കിലും മേടിക്കണം. അതിൽ നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 14,980 രൂപയാണ്. അപ്പർ പ്രൈസ് ബാൻഡ് അനുസരിച്ചാണ് ഈ ഒരു എമൗണ്ട് നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ IPO ടൈം ലൈൻ ഓൾറെഡി പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് ജാനുവരി 6 ആരംഭിക്കുന്നത്. ജാനുവരി 6, 2025 ആരംഭിക്കുന്നത്. ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജാനുവരി 8 ആണ്. ജനുവരി 8, 2025 അവസാനിക്കുന്നത്. അതായത് 6 മുതൽ 8 ഏകദേശം വെറും ലിമിറ്റഡ് ഡേയ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു IPO ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ ഒരു ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾ ഷെയർ ഉടനെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഈ കമ്പനി അവരുടെ IPO ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പർപ്പസ് എന്താണ്, ഈ IPO പബ്ലിക്കിൽ എത്തിക്കുന്നത് കൊണ്ടുള്ള അവരുടെ പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ 80 കോടി.
80 കോടി രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി അവർ ചിലവാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കമ്പനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കമ്പനിയിൽ കുറച്ച് കടമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതിന്റെ ഈ പെർസെൻറ്റേജിന്റെ 70 കോടി രൂപ അവർ കടം തീർക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് കപ്പാസിറ്റി എക്സ്പാൻഷൻ. അവരുടെ കമ്പനി ബിൽഡ്, അതായത് കപ്പാസിറ്റി, ഇപ്പോഴുള്ള കമ്പനിയിൽ ഉള്ള കപ്പാസിറ്റിയിൽ നിന്നും കൂടുതൽ വിപുലമായ രീതിയിൽ അവരുടെ കമ്പനി വളർത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് 50 കോടി രൂപയാണ്. പിന്നെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ബാക്കിയുള്ള തുക ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ പ്ലാൻ ചെയ്താണ് അവരിപ്പോൾ കിട്ടുന്ന ഈ പൈസ വെറുതെ ഉപയോഗിക്കാനല്ല, അവർ അതിനും വേണ്ടി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്ലാൻ ചെയ്താണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പനിയിൽ ഡെബിറ്റ് ഉണ്ടെങ്കിലും കടമുണ്ടെങ്കിലും അത് തീർത്ത് ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഷെയർ ഹോൾഡർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കാനുള്ള സാധ്യതകളും വളരെയേറെയാണ്. പിന്നെ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആ കമ്പനിയുടെ വളർച്ച, കഴിഞ്ഞ കാലത്തെ ആ കമ്പനിയുടെ വളർച്ച അന്വേഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കമ്പനിയുടെ കാര്യമായ വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പറയാൻ പറ്റില്ല, സ്റ്റോക്ക് മാർക്കറ്റാണ്, എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു വളർച്ചയുമില്ലാത്ത കമ്പനി വളരെ പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനി പെട്ടെന്ന് തകരാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. എന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ കഴിഞ്ഞ 20 മുതൽ 23 വരെയുള്ള 2020 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റവും വളർച്ചയും അവരുടെ റവന്യൂവും പ്രോഫിറ്റും എത്രയൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫിസ്ക്കൽ ഇയർ, അതായത് 2020 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ റവന്യൂ 350 കോടിയായിരുന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 32.50, നെറ്റ് വർത്ത് വരുന്നത് 225 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 9.29%. ഇത് 2020 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ്. അടുത്ത് നമുക്ക് 2021 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ റവന്യൂ 2021 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ആ കമ്പനിയുടെ റവന്യൂ 420 കോടി രൂപയാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 45 കോടി രൂപയാണ്. നെറ്റ് വർത്ത് വരുന്നത് 270 കോടി രൂപയും നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 10.71%. ഇനി നമുക്ക് 2022 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ പ്രോഫിറ്റും ലോസ് ഒക്കെ നോക്കാം. റവന്യൂ വരുന്നത് 500 കോടിയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 53.40 കോടിയും നെറ്റ് വർത്ത് വരുന്നത് 315 കോടിയുമാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 10.68%. ഈ ഒരു കണക്കനുസരിച്ച്, ഇത്രയും വർഷങ്ങളിലെ കണക്കനുസരിച്ച് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 2020 മുതൽ 2021 കാലഘട്ടത്തിൽ 350 കോടിയായിരുന്നു അവരുടെ റവന്യൂ. ഏകദേശം 2022 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലായപ്പോഴത്തേക്കും 500 കോടിയെ വളർന്നിട്ടുണ്ട്. വളർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഏർണിങ്സ് പെർ ഷെയർ വരുന്നത് 6.25 രൂപയാണ്. ഇത് 2022 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കാണ്. പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ വരുന്നത് അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ ആണ്. 22.4x അപ്പർ പ്രൈസ് ബാൻഡ് അനുസരിച്ചുള്ള ഒരു കണക്കാണ്. അടുത്ത് റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് വരുന്നത് 16.95%. ഇത് 2022 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കാണ്. അതുപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 1.2x. ഇത് 2020 മുതൽ 2021 വരെയുള്ള കണക്കും. അടുത്ത ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.8x വരുന്നത് 2022 മുതൽ 2023 വരെയുള്ള കാലയളവിലാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ഗ്രോത്ത്, ഫ്യൂച്ചറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ ലീഡിംഗ് മാർക്കറ്റ് പൊസിഷൻ ആണ്. അതായത് ഇന്ത്യയിലെ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ ഇന്ത്യയിൽ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണിത്. അതുകൊണ്ട് എന്തായാലും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും. രണ്ടാമത് വരുന്നത് ഡൈവേഴ്സ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ. ഇവർ ഓൾറെഡി വെറൈറ്റി ഓഫ് സാധനം, അതായത് ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽസ്, അഗ്രോ കെമിക്കൽസ് എന്നിങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവരുടെ കമ്പനിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിസ്റ്റിക്, അതായത് ഫാർമസ്യൂട്ടിക്കലും കെമിക്കൽസും എപ്പോഴും ഗ്രോവിങ് ഒരു സെക്ടറാണ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും വളരാനുള്ള സാധ്യത വളരെയേറെയാണ്.
പിന്നെ നോക്കേണ്ടത് എക്സ്പോർട്ട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്റർനാഷണലും അവരിപ്പോൾ എക്സ്പോർട്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഷെയറിലൂടെ അവർക്ക് പൈസ കിട്ടുകയും അവരുടെ കമ്പനിയുടെ കപ്പാസിറ്റി വളർത്തുകയും അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയും അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുകയും ചെയ്യും. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഇതും നമ്മളുടെ ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വീക്ക്നെസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ഈ കമ്പനിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. അതായത് ഈ കമ്പനിയിൽ നമ്മൾ പറഞ്ഞു ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി വളരെ ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതൊരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് വരുന്നത് ലിമിറ്റഡ് എക്സ്പോർട്ട് റവന്യൂ ആണ്. അതായത് എക്സ്പോർട്ട് അക്കൗണ്ട് ഫോർ ഓൺലി 50% ഓഫ് ടോട്ടൽ റവന്യൂ. അവർ ടോട്ടൽ റവന്യൂവിൻ്റെ 15% മാത്രമാണ് എക്സ്പോർട്ടിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ലിമിറ്റഡ് എക്സ്പോർട്ട് റവന്യൂ, അതായത് കുറച്ച് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റവന്യൂവിനെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് നമുക്കൊരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കാം. ഇനി നമുക്ക് ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഗ്രോവിംഗ് ഡിമാൻഡ്. അതായത് ഇവരുടെ ഡിമാൻഡ് ഓരോ കാലഘട്ടത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ലൈൻ എക്യുപ്മെന്റ്സ് ഫ്യൂച്ചറിൽ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ്. എൻവയോൺമെന്റൽ ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസിനൊക്കെ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചേ മതിയാവും. അപ്പോൾ ഇവരുടെ വളർന്നു വരുന്ന ഡിമാൻഡ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഇവരുടെ ത്രെഡ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിൽ തന്നെ 5ാമത് നിൽക്കുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഇതിന് മേലെ വേറെ കമ്പനികളുമുണ്ട്. അതായത് ഈ കമ്പനിയുടെ കോമ്പറ്റീഷൻ വളരെയേറെ അധികമാണ്. അപ്പോൾ ഇത് ഈ കമ്പനിയുടെ വളർച്ചയെ ബാധിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം കോമ്പറ്റീഷൻ കൂടുന്തോറും നമ്മളും അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് നമ്മളുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ്, ഒരു കോമ്പറ്റീറ്റീവ് അനാലിസിസ് നടത്താം. മറ്റു കമ്പനിയും ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റു കമ്പനികളും ഈ കമ്പനിയും തമ്മിലുള്ള ഒരു അനാലിസിസ് നമുക്ക് നടത്താം. നമ്മൾ അനാലിസിസിനായി കുറേ കമ്പനിയും അവരുടെ റവന്യൂ, അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റ് ഷെയർ എത്രയാണ്, അതുപോലെ തന്നെ ഏത് ഏരിയയിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ടെക്നോളജി ലിമിറ്റഡ് എടുക്കാം. അവരുടെ റവന്യൂ 500 കോടിയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശം 15%. പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ സെക്ടറിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത കമ്പനിയാണ് GMM Pfaudler ലിമിറ്റഡ്. അവരുടെ റവന്യൂ 2000 കോടി രൂപയാണ് അവരുടെ റവന്യൂ. അവരുടെ മാർക്കറ്റ് ഷെയർ അപ്രോക്സിമേറ്റ് ഏകദേശം 45%. പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഗ്ലാസ് ലൈൻ റിയാക്ടർ ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്സ് ആണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ടെക്നോളജിക്ക് 500 കോടിയാണ് റവന്യൂ. പക്ഷേ അതിൻ്റെ ഡബിൾ അല്ല, ട്രിപ്പിൾ അല്ല, 2000 കോടിയാണ് GMM എന്ന് പറയുന്ന കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ HLE ഗ്ലാസ്കോട്ട് ലിമിറ്റഡ് നോക്കാം. ആ കമ്പനിയുടെ റവന്യൂ 1200 കോടിയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ അപ്രോക്സിമേറ്റ് 30%. പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ പ്രോസസ് എക്യുപ്മെന്റ് ആൻഡ് കെമിക്കൽ പ്രോസസ്സിംഗ് ആണ്. 4ാമത്തെ കമ്പനിയാണ് സ്വിസ് ഗ്ലാസ്കോട്ട് എക്യുപ്മെന്റ് ലിമിറ്റഡ്. അവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 800 കോടി രൂപയാണ്. മാർക്കറ്റ് ഷെയർ അപ്രോക്സിമേറ്റ് 10%. പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ സ്പെഷ്യലൈസ്ഡ് ഗ്ലാസ് ലൈൻ ടാങ്ക്സിലാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഓവർവ്യൂ, അതായത് ഇവരുടെ കോമ്പറ്റീറ്ററുമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ഇവരുടെ കോമ്പറ്റീറ്റർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. അവരുമായിട്ടാണ് ഈ കമ്പനി പിടിച്ചു നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഒരു ഇവാലുവേഷൻ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. EPS ഗ്രോത്ത് വരുന്നത് CAGR ഓഫ് 50% ഓവർ ദ ലാസ്റ്റ് 3 ഇയർ ആണ്. നമുക്കിനി PE റേഷ്യോ കമ്പാരിസൺ നോക്കാം. ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ്ങിന് വരുന്നത് 22.4x ആണ്. GMM Pfaudlerന് വരുന്നത് 45x ആണ്. HLE ഗ്ലാസ്കോട്ടിന് വരുന്നത് 38x ആണ്. ഇനി നമ്മൾ എന്തുകൊണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്നും ഞാൻ തന്നെ പറഞ്ഞു തരാം. ആദ്യം തന്നെ നോക്കേണ്ടത് സ്ട്രോങ് പ്രസൻസ് ഇൻ ഹൈ ഡിമാൻഡ് ഇൻഡസ്ട്രീസ്. അതായത് ഇവരുടെ ഇൻഡസ്ട്രിയാണ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽസ്. അതിന് ഭയങ്കര ഡിമാൻഡാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മെച്ചമായിരിക്കും. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ആവശ്യം കൂടുമ്പോൾ ഈ കമ്പനിയിൽ അവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ആവശ്യകതയും കൂടി വരുന്നു. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ സൊസൈറ്റിയിലേക്ക് ഇറക്കുമ്പോൾ ആ കമ്പനിയുടെ ഗ്രോത്ത് വളരാനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നെ നമ്മൾ അവരുടെ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് 2020 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ കമ്പനിയുടെ വളർച്ച, അവരുടെ റവന്യൂ എന്താണെന്ന് നോക്കി അത് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഗ്രോത്ത് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് കമ്പനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വളർച്ച ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിലും വലിയ രീതിയിൽ ഈ കമ്പനി വളരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം IPO അവർക്ക് തുക ലഭിക്കുകയും അവർ അവരുടെ കമ്പനിയുടെ കപ്പാസിറ്റി വളർത്തുകയും കൂടുതൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് വളരാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ നമ്മുടെ പൈസയും വളരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഏകദേശം എല്ലാവർക്കും ഈ IPOയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഒരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള മണി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ഇതുവരെ നിങ്ങൾ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഫ്രീഡം മണി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.